നമ്മുടെ കെ സുരേന്ദ്രൻ അങ്ങനെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയക്കാരനാണ് കെ സുരേന്ദ്രൻ എന്നതിൽ ആർക്കും തർക്കമില്ല. സുരേന്ദ്രനെ നരേന്ദ്രമോദി മുമ്പൊരിക്കൽ ഒരു പൊതുസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് ബഡാ ഫൈറ്റർ എന്നായിരുന്നു. ശബരിമല സംഭവത്തിന് ശേഷമാണ് ആ വിശേഷണം എന്ന് ഞാൻ ഓർക്കുന്നു. സുരേന്ദ്രൻ ഒരു പോരാളിയായിരുന്നു. സുരേന്ദ്രന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വേണമെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കാമായിരുന്നു. പാലക്കാടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും മണ്ഡലങ്ങളോ. മത്സരിക്കുന്നതിന് പകരം അമിത്ഷാ പറഞ്ഞു മഞ്ചേശ്വരം എന്ന് പറയുന്നത് കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ വലിയ അട്ടിമറി ഉണ്ടാക്കിയ ആളാണ് കെ സുരേന്ദ്രൻ. സുരേന്ദ്രനെ കഷ്ടിച്ച് 59 വോട്ടുകൾക്ക്, ഞാൻ കൃത്യമായിട്ട് അങ്ങനെയാണ് ഓർക്കുന്നത്, 59 വോട്ടുകൾക്ക് ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയി. അതിനു മുമ്പ് സുരേന്ദ്രൻ തോറ്റതൊക്കെ നേരിയ വോട്ടിനായിരുന്നു. അങ്ങനെ സുരേന്ദ്രനോടിലൂടെ ബിൽഡ് ചെയ്തെടുത്ത ഒരു മണ്ഡലം, ഒരു സംഘടനാ സംവിധാനം മഞ്ചേശ്വരത്ത് ബി ജെ പിക്കുണ്ട്. അത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലമായി മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് ഉറപ്പായും സുരേന്ദ്രൻ്റെ സാന്നിധ്യവും സംഘടനാ പ്രവർത്തനവും ഇടപെടലും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഒരു തർക്കവുമില്ല. ഇത് പറയുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനായിരിക്കുന്ന കെ സുരേന്ദ്രൻ്റെ കാലത്താണ് ബി ജെ പി ഏറ്റവും വലിയ വിജയങ്ങൾ നേടുന്നത്. ബി ജെ പിയുടെ വോട്ട് ശതമാനം 20% കൂട്ടിക്കൊണ്ടുവരാൻ പറ്റി. ആദ്യമായി ഒരു പാർലമെൻറ്റ് അംഗത്തെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ സംഭാവനകൾ നൽകി കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും മിന്നുന്ന ഒരു നേട്ടം കൈവരിച്ചതിന് ശേഷമാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ചുമതല സുരേന്ദ്രൻ വിടുന്നത്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ വന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു. 3 MLA നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് സുരേന്ദ്രന് തൊട്ടു മുമ്പിരുന്നവരും ഒക്കെ കൊണ്ടുവന്ന ഒരു മൊമെൻ്റത്തെ അതിസാഹസികമെന്നും അല്ലെങ്കിൽ അവിശ്വസനീയമെന്നും ഒക്കെ കരുതുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഖ്യാതി, ക്രെഡിറ്റ് എക്കാലത്തും കെ എസിന് തന്നെ അവകാശപ്പെട്ടതാണ്. അതിനുശേഷം സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ നമ്മളൊക്കെ സുരേന്ദ്രൻ അവിടുന്ന് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇക്കുറി മുൻകാലങ്ങളെക്കാളും സുരേന്ദ്രനെതിരായിരുന്നു എന്ന് തുടക്കം മുതലേ അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സുരേന്ദ്രനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തപ്പോൾ സുരേന്ദ്രൻ്റെ ജയസാധ്യത, സുരേന്ദ്രൻ ജയിക്കും എന്നൊക്കെ തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടന്നതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ തന്നെ താമസിക്കുന്നു. ആ സുരേന്ദ്രനെ പാർട്ടിക്ക് ദേശീയ തലത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതായി ഇന്ന് സംഘടനയുടെ പുതിയ ഭാരവാഹികളെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഞാനതിനകത്ത് ശ്രദ്ധേയമായി കാണുന്ന 2-3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവാണ്. നമുക്കറിയാം, ബി ജെ പിയുടെ ഏറ്റവും തീപ്പൊരി സുരേന്ദ്രനെ പോലെ ഒരു ബഡാ ഫൈറ്ററായിരുന്നു സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി കൊണ്ടുവന്ന ഒരു മാതൃക അമേഠിയിൽ നമ്മൾ കണ്ടതാണ്. 2014 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് 1,07,000 വോട്ടുകൾക്കാണ് സ്മൃതി തോറ്റുപോയത്. പക്ഷേ സ്മൃതി ഇറാനി മണ്ഡലം വിട്ടു പോയില്ല. അവിടെ നിന്ന് ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ കൂടെ നിന്ന് പണിയെടുത്ത് അതിനടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക സീറ്റായിരുന്ന അമേഠിയിൽ 55,120 വോട്ടുകൾക്ക് സ്മൃതി ഇറാനി സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിധി നേരെ തിരിച്ചായിരുന്നു. യു പിയിലെ സവിശേഷമായ ചില അന്തർധാരകളുടെയൊക്കെ ഭാഗം കൂടി ആണോ എന്നെനിക്കറിയില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ ഒരു ആശ്രിതനായ കിഷോരിലാൽ ശർമ്മ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു. അത് കൂറ്റൻ ഭൂരിപക്ഷത്തിനാണ് കിഷോരിലാൽ ശർമ്മ ജയിച്ചത്. 1,67,916 വോട്ടുകൾക്കാണ് സ്മൃതി തോറ്റത്. അപ്പോൾ ഒരിക്കൽ തോറ്റ മണ്ഡലം അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തിരിച്ചു പിടിച്ച സ്മൃതിക്ക് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിനേക്കാളും 2 മടങ്ങിലേറെ വോട്ടുകൾക്ക് തോൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നത് പഠിക്കേണ്ടുന്നൊരു കാര്യമാണ്. അത് സ്മൃതി ഇറാനി പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ സ്മൃതി ഇറാനി അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു ലോ പ്രൊഫൈലായിട്ട് മാറി. മാത്രമല്ല, സ്മൃതി ഇറാനി രാഷ്ട്രീയം ഇടുന്നു എന്നൊരു തോന്നലുണ്ടായി. അവർ പഴയ പോലെ സീരിയൽ അഭിനയത്തിലേക്ക് മാറി. അവരുടെ തുളസി വിരാനി എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് അവർ മിനി സ്ക്രീനിൽ വീണ്ടും സജീവമായി. ക്യോങ്കി സാസ് കബി ബഹൂദി എന്ന് പറയുന്ന
ജനപ്രിയ പരമ്പരയുടെ 2ാം ഭാഗത്തിൽ സ്മൃതി ഇറാനി അഭിനയിച്ചു. അപ്പോൾ എല്ലാവരും കരുതി സ്മൃതി ഇറാനി ഈ തോൽവിയോടെ രാഷ്ട്രീയം വിട്ടുപോയി എന്ന് കരുതി വരുന്നവരെ ഞെട്ടിച്ചുകൊണ്ടാണ് നിതിൻ നബീൻ പുതിയ തൻ്റെ ടീമിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സ്മൃതി ഇറാനിയെ പ്രഖ്യാപിച്ചത്. സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്. സുരേന്ദ്രനെ പോലെയുള്ള ഒരു ഫൈറ്ററിനെ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ആവശ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമായി ഇത്. അനിൽ ആൻ്റണി ഉണ്ട്, നേരത്തെ തന്നെ AK ആൻ്റണിയുടെ മകൻ ദേശീയ സെക്രട്ടറി ആയിട്ട് കേന്ദ്ര ഓഫീസിലുണ്ട്. അതോടൊപ്പം തന്നെ സുരേന്ദ്രനും കൂടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ ചുമതല കിട്ടുന്ന ഒരാളായി സുരേന്ദ്രൻ മാറും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJPയുടെ കേന്ദ്ര ഭാരവാഹി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് K സുരേന്ദ്രനാണ്. അനിൽ ആൻ്റണി ഡൽഹി കേന്ദ്രീകരിച്ചാണല്ലോ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അമിത് മാളവിയെ BJPയുടെ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് സാമൂഹ്യ മാധ്യമ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റി വളരെ ശുഭകരമായ ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പാറ്റാ സമരമൊക്കെ ആരംഭിച്ച സമയത്ത് BJPയുടെ സോഷ്യൽ മീഡിയ അങ്ങേയറ്റം ദുർബലമായിരുന്നു, പറയാതെ തരമില്ല. അത് എക്കാലത്തും അങ്ങനെയാണ്. BJPയോട് അനുഭാവമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് അനുഭാവമുള്ള വ്യക്തികൾ സ്വമേധയാ ചെയ്യുന്ന ക്യാമ്പയിൻ്റെ അടുത്തും പലപ്പോഴും എത്താൻ BJPയുടെ ഔദ്യോഗിക ഹാൻഡിലിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം വളരെ മുമ്പേ കേൾക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ പോയാൽ പോരാ എന്ന് നിതിൻ നബീൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവണം എന്ന് തോന്നുന്നു. അതിശക്തനായ എല്ലാവർക്കും സുപരിചിതനായ അമിത് മാളവിയെ മാറ്റിയിട്ട് ദീപക് മസ്കയെ സോഷ്യൽ മീഡിയ കൺവീനറായിട്ടും പ്രദീപ് ഭണ്ഡാരിയെ സഹ കൺവീനറായിട്ടും നിയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നുള്ള ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയെ മാറ്റി പകരം ഒരു മുസ്ലിം മുഖമായിട്ട് താരിഖ് മൻസൂർ വന്നിട്ടുണ്ട്, റാം മാധവ് വന്നിട്ടുണ്ട്. വനിതകളായിട്ടുള്ള 6 പേരോ മറ്റോ ഇപ്പോൾ ദേശീയ ഉപാധ്യക്ഷകളായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. വസുന്ധര രാജയുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ അവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഖേദം തോന്നുന്നൊരു കാര്യമാണ്. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു ദേശീയ ഉപാധ്യക്ഷനെ നഷ്ടമാകുന്നു എന്നുള്ളത്. പക്ഷേ കേരളത്തിലെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ AP അബ്ദുള്ളക്കുട്ടിയുടെ ഒരു ഇടപെടൽ കേരളത്തിലെ BJPയുടെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ സജീവ ദൈനംദിന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എത്രയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദേശീയ തലത്തിലും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈസ് പ്രസിഡന്റുമാരായിട്ട് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ കുറേ വൈസ് പ്രസിഡന്റുമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ പലപ്പോഴും പല വഴിക്ക് പിരിഞ്ഞുപോയി. അത് വലിയ വിവാദവും പാർട്ടിക്ക് പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി അത്തരം വിവാദങ്ങളും പ്രതിസന്ധിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അപ് ടു ദ മാർക്ക് അല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം, അതല്ലെങ്കിൽ പുതിയൊരാൾ വരട്ടെ എന്ന് കരുതിയതുകൊണ്ടാവാം കുട്ടിയെ ഒഴിവാക്കിയിട്ട് താരിഖ് മൻസൂറിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വീണ്ടും പറയും, സോഷ്യൽ മീഡിയ അതിൻ്റെ കൺവീനറെ മാറ്റിയിട്ട് കൂടുതൽ ഊർജ്ജസ്വലമായ സജീവമായ പുതിയ ജനറേഷനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ടീം സംവിധാനം BJPക്ക് ഉണ്ടായില്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന പാറ്റാ സമരങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? BJPയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറും വോട്ട് പുള്ളറുമായ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ CJP ഈ നടത്തുന്ന മുഴുവൻ സമരങ്ങളും. മോദിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് മോദിയെ ചീത്ത വിളിപ്പിക്കുക, എന്നിട്ട് ആ റീലുകൾ വൈറലാക്കുക, മോദിയുടെ ഇമേജ് തകർക്കുക. കാരണം നരേന്ദ്രമോദി ക്യാമ്പയിൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളും പ്രതിപക്ഷത്തില്ലാത്തതുകൊണ്ട് ഈ മോദിയെ വികൃതമാക്കുക എന്ന ലക്ഷ്യം ഇവർക്കുണ്ട്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ 16 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ 2029 ആകുമ്പോഴും വോട്ടർമാരായിട്ട് മാറും. അവരുടെ മനസ്സിലേക്ക് ഈ വിദ്വേഷം, പക, തെറ്റായ ഇൻഫർമേഷൻ കുത്തിച്ചെലുത്താൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കഴിയും. അതിനെ കൗണ്ടർ ചെയ്യാൻ BJP കഴിയുന്നില്ലെങ്കിൽ അതൊരു വലിയ സെറ്റ് ബാക്ക് ആയിരിക്കുമെന്ന് BJP മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, വലിയ ആക്ഷേപം വന്നിരുന്നു. നിതിൻ നബീൻ വന്നത് തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം BJPയുടെ അധ്യക്ഷനായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. നിതിൻ നബീൻ BJP ദേശീയ അധ്യക്ഷനായി വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബീഹാറിലെ റോഡ് വകുപ്പിൻ്റെ മന്ത്രിയോ മറ്റോ ആയിരുന്നു അദ്ദേഹം ബെംഗംപൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. 25 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായി രാജ്യസഭാ അംഗമായതിനു ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടു.
അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും BJPയെ സംബന്ധിച്ച് 8 മാസമെടുത്തു ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം ഈ നമ്മുടെ കെ സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി എന്നുള്ള പദവി കിട്ടുന്നു എന്നുള്ളതാണ്. സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ആവശ്യമുണ്ട്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് ചുമതല കിട്ടും. ഏതായാലും കേരളത്തിൽ സുരേന്ദ്രനെ തുടർന്നും ആവശ്യമുണ്ട് കേരളത്തിലെ പാർട്ടിക്ക്. അത് പാർട്ടിക്കറിയാം. ദേശീയ സെക്രട്ടറി ആയി എന്നതുകൊണ്ട് സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് പറിച്ചു നടപ്പെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ദേശീയ തലത്തിൽ കൂടി സുരേന്ദ്രനെ പോലെയുള്ള ബഡാ ഫൈറ്റേഴ്സിനെ അവതരിപ്പിക്കണമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കൂടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിരിക്കാം ദേശീയ നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് കെ സുരേന്ദ്രൻ ഉയർത്തപ്പെടുന്നത്. ഒപ്പം സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവും സന്തോഷമുള്ളതാണ്. പക്ഷേ എനിക്ക് ദുഃഖമുള്ളൊരു കാര്യമുണ്ട്, അതുകൂടെ പറയാതെ തരമില്ല. കാരണം BJPയുടെ ഒരു തീപ്പൊരി മുഖമായിരുന്നു നൂപുർ ശർമ്മ. നൂപുർ ശർമ്മയെ നമ്മളെപ്പോഴൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. നൂപുർ ശർമ്മ എന്ത് തെറ്റാ ചെയ്തത്? ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു ചാനൽ ചർച്ചയിൽ ഹിന്ദുമത വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു മുസ്ലിം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് എഴുതപ്പെട്ട അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് ആയ ഒരു കാര്യമാണ് നൂപുർ ശർമ്മ പറഞ്ഞത്. അതിൻ്റെ പേരിൽ നൂപുർ ശർമ്മ ചുമതലകളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്നും പുറത്തിറങ്ങാൻ സെക്യൂരിറ്റി ഗാർഡുകളുടെ അകമ്പടിയോടെ നൂപുർ ശർമ്മയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതൊരു പെശകാണെന്ന് എന്ന് കരുതുന്ന ഒരുപാട് BJP അനുഭാവികൾ ഉള്ളതെനിക്കറിയാം. നൂപുർ ശർമ്മയെ തിരിച്ചു കൊണ്ടുവരണം. നൂപുർ ശർമ്മയെ എന്തിനു മാറ്റി നിർത്തുന്നു? നൂപുർ ശർമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? നൂപുർ ശർമ്മ പറഞ്ഞതിൽ എവിടെയാണ് കുഴപ്പമുള്ളത്? നൂപുർ ശർമ്മയുടെ ആ വീഡിയോ എൻ്റെ പക്കലുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. എനിക്കതിനകത്ത് നൂപുർ ശർമ്മ പറഞ്ഞതിനകത്ത് ഒരക്ഷരം തെറ്റിപ്പോയി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുമ്പോൾ നിങ്ങളുടെ കിതാബിൽ ഇങ്ങനെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉദ്ധരണി പറയുന്ന ആൾ ഇരയാക്കപ്പെടുന്ന ഒരു കാലമാണ്. ഓർക്കുന്നില്ലേ സുപ്രീം കോടതിയിലെ പർദിവാല എന്ന് പറയുന്ന ജഡ്ജി കേസുകളെല്ലാം രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നൂപുർ ശർമ്മയ്ക്കെതിരെ കൊടുത്ത കേസുകളെല്ലാം ഒരുമിച്ച് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരൊറ്റ ആളാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് ഒരു സുപ്രീം കോടതി ജഡ്ജി പറയുന്നു. എന്തടിസ്ഥാനത്തിൽ? എന്ത് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ? എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിൽ? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? അങ്ങനെയാണ് നമ്മുടെ രാജ്യം. ഹിന്ദു ആയിരിക്കുന്ന ഒരാൾക്ക് സ്വന്തം മതത്തിന് നേരെ, സ്വന്തം വിശ്വാസത്തിന് നേരെ അവഹേളനം ഉയർന്നാൽ അതിനെ പ്രതിരോധിച്ചാൽ അയാൾ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് തുടരുന്നു എന്നത് കഷ്ടമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നൂപുർ ശർമ്മയെ മാറ്റി നിർത്തുന്നതെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാരണം അവരെ മാറ്റി നിർത്തി എന്നതുകൊണ്ട് അപ്പുറത്തുള്ള ഒരൊറ്റ വോട്ടും BJPക്ക് കിട്ടാൻ പോകുന്നില്ല. നഷ്ടപ്പെട്ടതോ BJPക്ക് വേണ്ടി നാവ് വാളാക്കിക്കൊണ്ടിരുന്ന ഒരു ശബ്ദത്തെയാണ് നമുക്ക് നഷ്ടമായത്. നൂപുർ ശർമ്മയെ തിരിച്ചു കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിതിൻ നബീൻ്റെ കാലത്ത് അതുണ്ടാകുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. സന്തോഷകരമായ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതുണ്ടാവാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് എന്ന് പ്രേക്ഷകരെ ഞാൻ പറയുന്നത് നിങ്ങളുടെ വികാരം മാനിച്ചിട്ടാണ്. ഏതായാലും പുതിയ BJP അധ്യക്ഷൻ്റെ ടീം വന്നിരിക്കുന്നു. ചടുലമായ ടീമാണ്. പരിചയസമ്പന്നനായ ആളുകളുണ്ട്. റാം മാധവനെ പോലെയുള്ള ആളുകളുണ്ട്. പരിചയസമ്പന്നനായ VL സന്തോഷ്, അദ്ദേഹം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുന്നുണ്ട്. ഉഗ്രൻ ടീമാണ്. ആ ടീമിന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാൻ വീണ്ടും നൂപുർ ശർമ്മയെ ഓർക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഇന്ന് തന്നെ ചെയ്യണേ.